CMRL കമ്പനി ഉദ്യോഗസ്ഥന്മാർ തെളിവെടുപ്പിനിടെ സ്വമേധയാ അപ്പീൽ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളതാണ്. ആ കേസിലാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ചെക്ക് വഴിയായിട്ട്, അതായത് DD ആയിട്ട് അവർ നൽകിയിട്ടുള്ള 1,76,00,000 രൂപയുടെ കണക്ക് വരുന്നത്. എന്നാൽ അതിനനുബന്ധമായി കേരളത്തിലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കൾക്കും CMRL കമ്പനി, കർത്തയുടെ കമ്പനി, ലക്ഷക്കണക്കിന് രൂപ അല്ലാതെയും നൽകിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ED നടത്തുന്നത്. അല്ലാതെ ഇതൊരു സുപ്രഭാതത്തിൽ ശ്രീ പിണറായി വിജയനെതിരായിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ആരെങ്കിലും കെട്ടിച്ചമച്ച ഒരു കേസല്ല. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ കേസാണ്. ആദായ നികുതി വകുപ്പിൻ്റെ അപ്പീൽ കമ്മിറ്റിക്ക് മുമ്പാകെ CMRL വ്യക്തമായ തെളിവുകളോടെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകളുടെ വിശദാംശങ്ങൾ തേടിയുള്ള അന്വേഷണമാണ്. ED അന്വേഷിക്കുന്നത് ആ പണം എങ്ങോട്ടൊക്കെ പോയി. വീണ വിജയന് ബാങ്ക് വഴി നൽകിയ 1,76,00,000 രൂപ മാത്രമല്ല EDയുടെ അന്വേഷണ പരിധിയിൽ വരേണ്ടത്. അതിനപ്പുറത്ത് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടാനുകോടി രൂപ ഇവരെന്തിനാണ് നൽകിയത്? വീണ വിജയൻ്റെ കമ്പനി എന്ത് ജോലി ചെയ്തിട്ടാണ് അവർ ഈ പ്രതിഫലം നൽകിയത്? വീണയുടെ മൊഴിയുണ്ടല്ലോ. ഒരു ജോലിയും ചെയ്യാതെയാണ് വീണ വിജയൻ ഈ പ്രതിഫലം, ഈ പണം വാങ്ങിയതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ പല മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായി കണ്ടു. ED എഴുതി കൊടുത്തു, അവിടെ നിന്ന് ഒരു കാര്യവും കിട്ടിയിട്ടില്ല, ഒരു വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിൻ്റെയും വീണ വിജയൻ്റെയും വീട്ടിൽ മാത്രം നടത്തിയിട്ടുള്ള റെയ്ഡല്ല. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ വിശദാംശങ്ങളടക്കം EDക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് DYFIക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതാണ്. ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. UDFൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുണ്ട്. അതുകൊണ്ട് ഈ കേസ് നേരാവണ്ണം നടക്കണം എന്നുള്ള ആഗ്രഹം UDFനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയനെ പോലെ തന്നെ CPM നേതാക്കളെ പോലെ തന്നെ ഉന്നതരായിട്ടുള്ള പല UDF നേതാക്കളും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. എന്തിനാണ് അവർ വാങ്ങിയത്? നമ്മുടെ അമൂല്യമായിട്ടുള്ള ധാതു ലോഹങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി വലിയ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പാരിതോഷികമായിട്ടാണ്, രാഷ്ട്രീയ സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് പോലുള്ള, ആഭ്യന്തര വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പല ആളുകളും ഈ കമ്പനിക്ക് സഹായം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വീണ വിജയനിലേക്കും പിണറായി വിജയനിലേക്കും പോകുമ്പോൾ അത് UDF, VD സതീശൻ പിന്നെ പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്നൊക്കെ, ഇതൊക്കെ വെറും പറച്ചിലാണ്. ഈ കേസ് ശരിയായ നിലയിൽ തെളിയണമെന്ന് കേരളത്തിലെ UDFും ആഗ്രഹിക്കുന്നില്ല. LDFും UDFും തുല്യമായിട്ടുള്ള അളവിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള പണത്തിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയത്. അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ നടക്കും. അത് നടക്കുമ്പോൾ കേരളത്തിലെ LDFനും UDFനും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തന്നെ ഈ ED അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കുന്ന നിലയിൽ ഇന്നലെ എടുത്ത നടപടി. പക്ഷേ ആഭ്യന്തര വകുപ്പിന് തിരുത്തേണ്ടി വരും. ഇത്
അന്വേഷിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, വധശ്രമം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പോലീസ് ഒരു ഒത്തുകളിയാണ് നടത്തിയത്. ശ്രീമാൻ MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതരായ നേതാക്കളാണ് ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം തിരുവനന്തപുരത്ത് നേതൃത്വം നൽകിയത്. അവരെ ആരെയും പോലീസ് പ്രതി ചേർത്തിട്ടില്ല. MV ഗോവിന്ദനുണ്ട്, മുൻമന്ത്രി ശിവൻകുട്ടിയുണ്ട്, നിലവിലുള്ള MLA ജോയുണ്ട്, അതുപോലെ പ്രമുഖരായിട്ടുള്ള പല CPM നേതാക്കളും അറിഞ്ഞുകൊണ്ട് 2 രാജ്യസഭാംഗങ്ങൾ, അതായത് നമ്മുടെ റഹീമും അതുപോലെ ജോൺ ബ്രിട്ടാസും അടക്കമുള്ള 2 രാജ്യസഭാ അംഗങ്ങൾ, ഇവരെല്ലാം ചേർന്നാണ് ഈ അക്രമി കൂട്ടങ്ങളെ അവിടെ സംഘടിപ്പിച്ചത്. അക്രമകാരികളെ പാർട്ടി ഓഫീസിനകത്താണ് അവർ ഒളിപ്പിച്ചിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ്റെ കാലത്ത്, കൊലപാതകത്തിൻ്റെ കാലത്ത് കണ്ണൂരിലെ CPM നടത്തിയ അതേ മാതൃകയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അനുവർത്തിച്ചത്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ CPM പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ UDFും പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. ഈ CMRL കേസിൽ ഒരു കാരണവശാലും UDFനും LDFനും അവരുടെ നേതാക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല.